എല്ലാവർക്കും നമസ്കാരം. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ഭഗവതി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എല്ലാവരും ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടാവും. പോയിട്ടില്ലെങ്കിൽ പോവുക. ദേവിയുടെ മുമ്പിൽ ശർക്കര വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3, 4, 5 ശർക്കര വെച്ച് വാഴയിലയിലോ അല്ലെങ്കിൽ തട്ടിലോ വെച്ച് ദേവിക്ക് അത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നു അത് നിങ്ങൾക്ക് ദേവി തന്നിരിക്കും. അത് എൻ്റെ അനുഭവമാണ്. ചോറ്റാനിക്കര അമ്മ മാത്രമല്ല, ഏത് ഭദ്രകാളി ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ശർക്കര വെച്ച് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ശർക്കര പറയുന്നത്? നമ്മൾ എല്ലാ അമ്പലങ്ങളിലും എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും നമ്മൾ കടുംപായസം നമ്മൾ നിവേദ്യമായിട്ട് കൊടുക്കും അല്ലേ? കടുംപായസം എന്തുകൊണ്ടാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരം തന്നെയാണ്. മധുരം ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ദേവിക്ക് കടുംപായസം, ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും 3, 4, 5 ശർക്കര എടുത്തിട്ട് ഒരു വാഴയിലയിലോ തട്ടിലോ നിങ്ങളെക്കൊണ്ടാവുന്ന പോലെ, നിങ്ങളെക്കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങൾ 30 ചൊവ്വ 30 വെള്ളിയാണെങ്കിൽ നന്നായി. അതല്ല എന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി, ഇതൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. തിങ്കൾ മുതൽ ശനി വരെ ഏത് ദിവസമാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ദിവസം പോയിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്തായാലും ഇങ്ങനൊരു വഴിപാട് ചെയ്യുക. ചോറ്റാനിക്കര അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് തന്നെയാണ് ശർക്കര എന്നുള്ളത്, പായസത്തിനേക്കാളും അപ്പുറം. എൻ്റെ ഏട്ടന് ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത്, പഠിത്തം കഴിഞ്ഞ് ജോലി ആവാണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച, ഒരു 30 വെള്ളിയാഴ്ച ചോറ്റാനിക്കരയിൽ പോയിട്ട് എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയതാണ്. ചോറ്റാനിക്കര അമ്മേനെ അന്ന് ഞാൻ സ്വപ്നം കാണുകയും ദേവിക്ക് അന്ന് പോയിട്ട് ഒരു 30 വെള്ളിയാഴ്ച പോയിട്ട് ഞാനും എൻ്റെ അമ്മയും പോയിട്ട് ദേവിക്ക് ശർക്കര വെച്ച് പ്രാർത്ഥിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ചേട്ടന് പോവാനുള്ള ഒരു 70% കാര്യങ്ങളും ശരിയായി. അതായത് ജോലി റെഡിയായി കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവമാണത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരുപാട് ഈ സാധനങ്ങൾ വിൽക്കാനിരിക്കുന്ന കുറേ ചേച്ചിമാരെ കാണാം. അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി, അവർക്ക് എല്ലാവർക്കും പറയാനുണ്ടാവും ശർക്കര വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എൻ്റെ അനുഭവം തന്നെയാണ്. ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിലും നിങ്ങളിത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് തന്നെയാണ് ശർക്കര. അത് ഒരു നിമിത്തം പോലെ ഞാൻ കണ്ട് അതവിടെ കൊണ്ട് കൊടുത്ത് ഇതാകുമ്പോഴത്തേക്കും ജോലി റെഡിയായി. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചോറ്റാനിക്കര ഭഗവതിക്ക് നമ്മൾ ശർക്കര കൊടുക്കുമ്പോൾ കീഴ്ക്കാവിലും നമ്മൾ അതേ വഴിപാട് ചെയ്യണം. ദേവിക്ക് എന്താണോ ചെയ്യുന്നത് അതുതന്നെ നമ്മൾ കീഴ്ക്കാവിലും ചെയ്യണം. അത് മറക്കാതെ ചെയ്യുക.